ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോറി ഗൈസ്, ഒരു പണിയിലായിരുന്നു. അതേ മുകളിലേക്ക് നോക്കിയാൽ ചെറുതായിട്ട് മഴ പെയ്യാൻ സാധ്യതയുള്ളതുപോലെ ഉണ്ട്. സോ ഗൈസ്, ഇന്ന് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറമ്പിലേക്കൊന്ന് പണിക്ക് ഇറങ്ങി. മഴ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാൻ അടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. സോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പ് കാണിച്ചു തരാം. അതേ നമ്മുടെ മാരിഗോൾഡും വെണ്ടത്തൈകളൊക്കെ ഈ ഒരു സൈസായിട്ടുണ്ട്. ഞാൻ സൈസ് താഴത്തേക്ക് കുറച്ചുകൂടി ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു വലിപ്പം വെച്ചിട്ടുണ്ട് കൈസ്. നമ്മൾ വെച്ചാനാട്ടോ നല്ല വലിപ്പമായിട്ടുണ്ട്. നമ്മുടെ ചട്ടിപ്പൂ തൈകളാണ് കുറച്ചുകൂടി ഉഷാറായിട്ട് വലുതായി വരുന്നത്. വെണ്ടത്തൈമ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പിടിച്ച് സെറ്റായി വരുന്നുണ്ട്. പിന്നെ കൈസ്, നമുക്ക് ഇനി അപ്പുറത്തെ തടത്തിൽ നമ്മൾ വളമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നമുക്ക് മഞ്ഞൾ വെച്ച് കൊടുക്കണം. പിന്നെ പുതിയതായിട്ട് നമ്മൾ ചെയ്തത് ഇവിടെ 2 തക്കാളി തൈയും ഇവിടെയും 2 തക്കാളി തൈയും ഇവിടെയും 2 തക്കാളി തൈ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കുറച്ച് വലുതായിട്ട് നമുക്ക് മുകളിലുണ്ടായിരുന്നതാണ്, അതിന് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അതായത് ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, വലിയ തൈകളാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് ചെറിയൊരു തടം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊരു ഭാഗം. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയ തക്കാളി തൈകൾ കുറച്ചധികം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് നോക്കണം. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് നനഞ്ഞ് കുതിർന്ന് സെറ്റാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. സോ ഇനിയിപ്പോൾ എന്തായാലും ഇവർക്കൊന്ന് നനച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ട് ഇപ്പോഴത്തേക്ക് നിർത്തി നോക്കാം. ഇനി വൈകിട്ടത്തേക്ക് ആകുമ്പോഴത്തേക്കും ഈ മഴ പെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നല്ലതായിരുന്നു. പെയ്തില്ലെങ്കിൽ എന്തായാലും നമുക്ക് വൈകിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്, പുഴുക്കാണ് കൈസ്. പുഴുക്കം, ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഭയങ്കര സീനാണ്. കാരണം ഇന്ന് വെയിൽ കാര്യമായിട്ട് ഉദിച്ചിട്ടില്ല, പക്ഷേ മഴക്കാർ നിൽക്കണതിന് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. സോ വേർത്ത് ഒഴുകാണ്, ഒരു രക്ഷയില്ല. അതേ ചെറുതായിട്ട് മഴത്തുള്ളികൾ വീഴുന്നത് പോലെയുണ്ട്. ചാറൽ ഭയങ്കര സോഫ്റ്റ് ചാറലാണ്. സോ ഇത് കുറച്ച് നല്ലൊരു മഴയായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. സോ എന്തായാലും അകത്തേക്ക് കയറട്ടെ മഴ വരും മുമ്പ്. സോ മഴ വരാണെങ്കിൽ മഴയുടെയും പിന്നെ ബാക്കി നമുക്ക് വൈകിട്ട് പരിപാടികൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നും പെയ്തില്ല. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ചാറി വന്നിട്ട് പിന്നെ പോയി. പിന്നെ വീണ്ടും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി. സോ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ചെറിയൊരു കഴിക്കോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് കുഴികളാക്കി കൊടുക്കാം. തൈയിലേക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ ഓരോ സൈഡിൽ കുഴിയെടുക്കുമ്പോൾ മണ്ണ് തള്ളുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് കുഴിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുഴിയെടുത്ത് സാധനം വെച്ചുള്ള രീതിയിലേക്ക് മാറാമെന്നുള്ളൊരു ചിന്തയിലാണിപ്പോൾ. സോ എന്തായാലും നമുക്ക് തൈ എടുത്തുകൊണ്ട് വന്ന് പരിപാടി തുടങ്ങാം. ഇത്രയും തൈകളാണ് നമുക്കുള്ളത്. ഇത് ആക്ച്വലി നമ്മളായിട്ട് ഇട്ട് വന്ന തൈകളൊന്നുമല്ല, തനിയെ മുളച്ച് വന്നതാണ്. സോ എന്തായാലും നമുക്ക് പറിച്ചുകൊണ്ട് അവിടെ വെച്ച് നോക്കാം. ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ തൈകളുള്ളത്. സോ ഇതിപ്പോൾ നമ്മൾ 2 വെച്ച് ഓരോ കുഴിയിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇത് ആവശ്യത്തിലധികം നമുക്ക് സാധനമുണ്ട്, കുറച്ചധികം ഉണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ കുറച്ച് നീളം കൂടി പോയിട്ടുണ്ട്. സോ കാരണം ഇത് തിങ്ങി നിന്നാലും നീളം കൂടി പോയിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ കുറച്ച് അടുത്തടുത്ത് വെച്ചു. കാരണം നമുക്കിതിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണെന്നുള്ള അറിയാത്തതുകൊണ്ട്, നമ്മൾ മുളപ്പിച്ചെടുത്ത സീഡ്സ് അല്ലാത്തതുകൊണ്ട്. സോ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, സെറ്റായി വരുന്നു പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്ഥലം ബാക്കിയുണ്ട്. ഇങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് വെണ്ട തൈകളും കുറച്ച് മുളക് തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സപ്പിത്തറകളും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് വെണ്ട തൈകളും മുളകും തൈകളും പറിച്ചു വയ്ക്കാം. സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. 4 അടുപ്പിൽ വ്ളോഗ് ഇടുന്ന എല്ലാവർക്കും